ദുബായ് ഇന്ന് ആഗോള ഭൂപടത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നഗരവും ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രവുമാണ്. ദുബായിയുടെ സാമ്പത്തിക അടിത്തറ എണ്ണ ഉൽപ്പാദനത്തിനാണെങ്കിലും ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, ഫോറിൻ നിക്ഷേപങ്ങളിൽ കൂടിയും ദുബായിയുടെ സാമ്പത്തിക ഭദ്രത അവർ കൈവരിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര കായികമേളകൾ, വ്യാപാരമേളകൾ സംഘടിപ്പിക്കുന്നതിലും ആഗോളതലത്തിൽ ദുബായ് മുൻപന്തിയിലാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ എന്നും ശ്രദ്ധാലുക്കളാണ് ദുബായിയുടെ ഭരണാധികാരികൾ. ദുബായിയുടെ വടക്ക് കിഴക്കായി 160 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരിതയാർന്ന ഒരു എമിറേറ്റാണ് ഫുജൈറ. പ്രകൃതി രമണീയമായ ഫുജൈറ മലനിരകളാലും അരുവികളാലും കൊണ്ട് അനുഗ്രഹീതമാണ്. യുഎഇയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രവിശ്യയുമാണ് ഫുജൈറ. വിദേശികളും സഞ്ചാരികളും ഈ പ്രവിശ്യയിൽ ഇടതടവില്ലാതെ വിനോദങ്ങൾക്കായി ഇവിടെ താവളമാക്കുന്നു. ഫുജൈറയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് ഡിബ്ബ. മലഞ്ചെരിവുകളും വൃക്ഷലതാദികളും കൊണ്ട് വളരെ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമാണ് ഡിബ്ബ. ഡിബ്ബയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഡിബ്ബ മോഡേൺ ബേക്കറി. ഫുജൈറ എന്ന എമിറേറ്റിൽ നിന്നും 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പട്ടണമാണ് ഡിബ്ബ. അവിടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിബ്ബ മോഡേൺ ബേക്കറിയാണ് ആ സ്ഥാപനം. വാവ്, എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി? ശ്രീമതി വളരെ ഹാപ്പി ആണല്ലോ. ഇന്നത്തെ നമ്മുടെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റും ഡിബ്ബ മോഡേൺ ബേക്കറിയിൽ നിന്നാണ്. രുചിയും മേന്മയുമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ശുചിയായി പാക്ക് ചെയ്ത് യുഎഇയിലെ എല്ലാ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലും ദിവസവും മുടങ്ങാതെ എത്തിക്കുന്നു. ഡിബ്ബ മോഡേൺ ബേക്കറി. ടെലിഫോൺ 092440 ഡിബ്ബ ഫുജൈറ. ഞങ്ങളുടെ പുതിയ ഫാക്ടറി ഷാർജയിൽ നാഷണൽ പെയിന്റ്സിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡിബ്ബ മോഡേൺ ബേക്കറി, നമ്മുടെ ബേക്കറി നിങ്ങളുടെയും. ഡിബ്ബ മോഡേൺ ബേക്കറിയിലാണ് നമ്മൾ. അവരുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബേക്കറി മാത്രമല്ല, അവർക്ക് മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് വ്യാപാര ശൃംഖലയും ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി അവിടുത്തെ ജനറൽ മാനേജർ മിസ്റ്റർ അൻസാറുമായി നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു ദ പ്രോഗ്രാം. ഹൗ ആർ യു സർ? ഡിബ്ബ മോഡേൺ ബേക്കറിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? എല്ലാ സ്ഥാപനങ്ങളെ പോലെ തന്നെ കഠിനാധ്വാനം ആണ് ഞങ്ങളുടെ വളർച്ചയുടെയും പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞങ്ങളുടെ കഠിനാധ്വാനത്തിന് തുല്യമായി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളോടുള്ള സഹകരണമാണ് ഇത്രയും ഉയർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത്. നമ്മളിപ്പോൾ ഡിബ്ബ മോഡേൺ ബേക്കറിയുടെ പ്രൊഡക്ഷൻ സെക്ഷനിലാണ്. ഇത് കണ്ടാൽ അറിയാം ഞാനും അവിടുത്തെ ഹൈജീൻ റൂൾസൊക്കെ പാലിക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്കും ഹസാർഡ് അനലൈസ്ഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അതിൻ്റെ ഹൈജീനിക്കൽ ട്രെയിനിങ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വർക്കേഴ്സിനെ വർക്കിനായി എൻട്രി ചെയ്യിക്കുന്നത്. ഇത് മാവ് ആ മെഷീനിൽ കുഴച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് ഷീറ്റാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോക്കനട്ട് സ്വീറ്റ്, ഈ കളർഫുൾ സാധനം, ഇതിൻ്റെ അകത്ത് ഈ ഫില്ലിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്ലൗസ് എല്ലാം ഇട്ട് നല്ല വൃത്തിയായി ഹൈജീനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ സ്വീറ്റ് ബണ്ണിൻ്റെ അടുത്ത ഒരു തേർഡ് സ്റ്റേജാണിത്. ഇതിൻ്റെ അകത്ത് കോക്കനട്ടും ഷുഗറും കൂടി ചാലിച്ച് വളരെ മധുരതരമായി കളർഫുള്ളായി ഫില്ല് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ഇതാണ് അടുത്ത പ്രോസസ്സ്.
ഇത് റോളിംഗ് പ്രോസസ്സിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ്. എന്നിട്ട് ഇതിനെ ഓവനിൽ കയറ്റി അതിനെ അങ്ങ് ബേക്ക് ചെയ്ത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് അത് തരുന്നു. ഈ സ്വീറ്റ് ബണ്ണിന് ഓവനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണ്. ഇത് എഗ്ഗ് കൊണ്ടുള്ളൊരു കോട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എഗ്ഗ് കോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവനിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വലുതായിട്ട് വരും. ഈ കാണുന്ന സൈസിനേക്കാളും വലുതായിട്ട് വന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ പ്രോസസ്സ്. ഇതാണ് സ്വീറ്റ് ബൺ പ്രോസസ്സ്. ഇത് ഡിബ്ബ മോഡേൺ ബേക്കറിയുടെ സ്വീറ്റ് ബൺ പാക്ക് ചെയ്ത പാക്കിങ്ങും ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഇത് മാർക്കറ്റിൽ പോകുന്ന ഫൈനൽ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഉൽപ്പാദന ഏരിയയിലാണ് നമ്മളിപ്പോൾ. അതിൽ ഷെഫ് മിസ്റ്റർ അൻവർ പരിചയപ്പെടുത്തുന്നു. ഇത് മൈദയും പഞ്ചസാരയും കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സാധനം ഈ മെഷീനിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബണ്ണ് ഇതിലും ചെറിയ ബണ്ണാണെന്ന്. അല്ല, ഈ ബണ്ണിനെ ട്രേക്കകത്ത് വെച്ച് അതിനെ പ്രൂഫ് ചെയ്ത് ഈ കണ്ടീഷനിലാക്കി എടുക്കുന്നതാണ് ഈ പ്രോസസ്സ്. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കഠിനാധ്വാനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ നിലയിൽ എത്തിപ്പെടുകയില്ലായിരുന്നു. അവരുടെ കഠിനാധ്വാനമാണ് ഞങ്ങളുടെ വളർച്ചയെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയും ഭാവിയിലും അവരുടെ പിന്തുണ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അവരോട് എപ്പോഴും പറയുന്നതാണ്. ഇത് വളരെ ക്രിയാത്മകമായി ചെയ്യുന്ന ഒരുതരം അറബിക് സ്വീറ്റ്സ് ആണ്. കണ്ടില്ലേ, ഓരോ ഷേപ്പ് കണ്ടോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഷെഫ് പത്മനാഭൻ, ഇതിൻ്റെ പേര് ബക്ലാവ. ബക്ലാവ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്, ബക്ലാവ. ഇത് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് അയക്കുന്നു. ബൽഹഷാം, ഇതും അറബിക് സ്വീറ്റാണ്. വളരെ മധുരമാണ്. കണ്ടില്ലേ, ഓരോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? അത്ര ക്രിയാത്മകമായി ചെയ്തിരിക്കുന്ന ഒരു വളരെ പ്രചാരമുള്ള ഒരു സ്വീറ്റാണ്. നമോറ അല്ലെങ്കിൽ ബഷ് കൂഷ എന്ന് പറയും. ഇതും അറബിക് സ്വീറ്റാണ്. വളരെ കേക്ക് മാതിരിയാണെങ്കിലും ഭയങ്കര സ്വീറ്റാണ്. ഇതിനകത്ത് കപ്പലണ്ടി, പിന്നെ ഡേറ്റ്സ്, ബദാം എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ബദാമും കാഷ്യൂനട്ടും ഒക്കെ ഇതിലും ചേർത്തിട്ടുണ്ട്. ഇതിലും അത് തന്നെയാണ്. ഇതിനകത്തും കാഷ്യൂനട്ടും ബദാമും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിസ്ത വളരെ ആരോഗ്യകരമായ സ്വീറ്റാണ്. ഇത് പ്രൊഡക്ഷൻ ലൈനിനെ പറ്റി വിവരിക്കാമോ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ഫസ്റ്റ് ഞങ്ങൾ കെയർ ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് വരുന്നതിനെ പറ്റിയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇതൊക്കെ ചെക്ക് ചെയ്യാനായി ഞങ്ങൾ ട്രെയിൻ ചെയ്ത സ്റ്റോർ കീപ്പർമാരെയാണ് നിർത്തിയിട്ടുള്ളത്. പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഷെഫിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള പ്രൊഡക്ഷൻ രീതിയാണ് ഞങ്ങളുടേത്. ഹൈജീനിക് ട്രെയിനിങ് കഴിഞ്ഞ സ്റ്റാഫുകൾ പ്രത്യേകമായി ഹാസിപ്പ് സിസ്റ്റത്തോടുകൂടി ഉള്ള പ്രൊഡക്ഷനാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും. വളരെ കഴിവുള്ള പ്രൊഡക്ഷൻ മാനേജറും ഞങ്ങൾക്കുണ്ട്. എവിടെയൊക്കെ ടെമ്പറേച്ചർ കുറവുണ്ടെന്നോ അതിന് മോണിറ്ററിംഗ് ചെയ്യുവാനായി മോണിറ്ററും ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമായും അറബി കസ്റ്റമേഴ്സിനെയും വിദേശ കസ്റ്റമേഴ്സിനെയും UAE-യിലുള്ള എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തി അത്തരം സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുവാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പ്ലാനിംഗ് വിജയിച്ചതോടുകൂടിയാണ് ഞങ്ങളുടെ ഈ ഉയർച്ചയുടെ തുടക്കം. ഇത് ക്രോയ്സാൻ ഉൽപാദന ഏരിയയാണ്. അതിവിദഗ്ധമായി പാക്ക് ചെയ്ത ക്രോയ്സാൻ നമ്മൾ കാണുന്നത്. ഇത് ഫ്രഞ്ച് ഉൽപ്പന്നമാണ്. ശരിക്കും ക്രോയ്സാങ് വേർഡ് എന്ന് പറയുന്നതും ഫ്രഞ്ച് ഉൽപ്പന്നമാണ്. ഇതിൻ്റെ അകത്ത് ഈ ഷേപ്പിൽ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഫെറ്റ ചീസ് ഈ കട്ടിങ് കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ റോള് ചെയ്യുന്നു. ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ വരുന്നു. ഇതിനെ അവനിൽ വെച്ച് പ്രൂഫ് ചെയ്യുമ്പോൾ ഈ സൈസിൽ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഉൽപ്പാദനത്തിന് മുമ്പും ഉൽപ്പാദനത്തിന് ശേഷവും ക്രോയ്സോൺ. നിങ്ങളുടെ പ്രൊഡക്ഷൻ ലൈൻ പലതുമുണ്ട്.
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ ആയിട്ട് എന്തൊക്കെയാണ് ഉത്പാദിപ്പിക്കുന്നത്? ഞങ്ങളുടെ പ്രൊഡക്ഷൻ ലൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങളുടെ വിഭവങ്ങൾ ഇറക്കുന്നത്. ഉദാഹരണത്തിന് അറബിക് കസ്റ്റമർക്ക് അവരുടേതായ അറബിക് ബ്രെഡ്, അറബിക് സീഡ്സ്, ക്രോയ്സൻ, പത്തായ എല്ലാ അറബിക് ഐറ്റംസുകളും ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ രീതിയിലുള്ള വിഭവങ്ങളും മറ്റ് അറബി രാഷ്ട്രങ്ങളുടെ വിഭവങ്ങളും ഞങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി മാർക്കറ്റിൽ എത്തിക്കുവാനും ജനങ്ങളുടെ ഇടയിലുള്ള കംപ്ലൈൻറ്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ അറിയുവാനും ഞങ്ങൾ മാർക്കറ്റിംഗിൽ വളരെ ശ്രദ്ധിക്കുന്നു. അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുവാനും ഞങ്ങൾ പ്രത്യേകം സ്റ്റാഫുകളെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അറബിക് ബ്രെഡ് സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫുള്ള് ഓട്ടോമാറ്റിക്കാണ്. മാൻ പവർ അതിൽ വളരെ കുറവാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കായി അതിൻ്റെ പ്രൂഫിങ്ങും കട്ടിങ്ങും ഇതൊക്കെ വളരെ ടൈമർ വെച്ച് അത്യാധുനികമായ സംവിധാനത്തോടു കൂടിയുള്ള മെഷീനാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. മനോഹരമായി പാക്ക് ചെയ്ത ഫിംഗർ റോൾ. ഫിംഗർ റോൾ എന്തെന്നല്ലേ, സമയമില്ലാത്തവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനെങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് സോസേജ് വെച്ച് കയ്യിൽ കടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കൾച്ചറാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ ഈ കാണുന്നത്. മിസ്റ്റർ ഹരിദാസ്, ഇദ്ദേഹമാണ് ഇവിടുത്തെ ഷെഫ്. ഇതിൻ്റെ അകത്ത് കുഴച്ചിടുന്ന മാവ് ഇതിൻ്റെ അകത്തിട്ട് ഇതിലേ ഓടി വന്ന് ഇവിടെ കട്ട് ചെയ്ത് അതിന് കൊച്ചു കൊച്ചു ഉണ്ടയാക്കി അത് മേളിലോട്ട് പോയി പ്രൂഫിങ് കഴിഞ്ഞ് ഇതിലേ വന്ന് ഇവിടെ വരും. ഇതിലൂടെ റോൾ ചെയ്ത് വെളി വന്ന് ഈ ഷേപ്പിൽ വരുന്നതാണ് ഇവിടുത്തെ പ്രക്രിയ. ഇത് കഴിഞ്ഞ് ഇതിനെ കൊണ്ട് വൺസ് മോർ പ്രൂഫിങ് കഴിഞ്ഞിട്ട് ഇതിനെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് ഈ ഷേപ്പിലേക്ക് മാറ്റുന്നതാണ് ഇതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ സൈക്കിൾ. മിസ്റ്റർ ലിജേഷ് ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ പേസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഷെഫാണ്. ഇത് ആനിവേഴ്സറി കേക്കാണ്. ഇത് വനില, സ്ട്രോബെറി, ഇത് പൈനാപ്പിൾ. ഇതിൽ പല കോമ്പിനേഷൻസിലും ഇത് വരും. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ഇതിൻ്റെ തട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് മാരേജ് ആനിവേഴ്സറി, പിന്നെ ഓഫീസിൻ്റെ ആനിവേഴ്സറി, ഇങ്ങനെ പല ഫങ്ഷൻസിനും ഈ കേക്ക് ഉപയോഗിക്കും. ഇത് വാനില. ഇത് ഇത്രയും വലിപ്പത്തിൽ മീഡിയമാണ്. ഇതിലും വലിയ വലിപ്പത്തിലും ഇതുണ്ടാക്കുന്നു. ഇത് ബർത്ത്ഡേ കേക്കാണ് മോസ്റ്റ്ലി പോകുന്നത്. അത് പച്ച കളറിലിരിക്കുന്നത് സെയിം തന്നെയാണ്, പക്ഷെ പിസ്റ്റ. ഇതിനകത്ത് വേറെ ഫ്രൂട്ട്സും ഉണ്ട്. പിസ്റ്റ കവർ ചെയ്തിരിക്കുകയാണ്, അതിനകത്ത് വേറെ ഫ്രൂട്ട്സ്. ഇത് പേസ്ട്രി, ഫ്രഷ് ഫ്രൂട്ട് പേസ്ട്രി. ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇത് കിവി, സ്ട്രോബെറി, പൈനാപ്പിൾ, ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ബദാം ഫ്ലേക്സ്. വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. 90% ഇവിടുത്തെ ആളുകൾ ഭക്ഷിക്കുന്നതാണ് ഈ കുബൂസ്. വളരെ മൃദുവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു ഉൽപ്പന്നമാണ് കുബൂസ്. ഇത് വളരെ കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രഷറുള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് നല്ലതാണ്. ഇത് ഇത്രയും മൃദുത്വമായി ഉണ്ടാക്കുന്നതാണെങ്കിൽ തന്നെയും ഇവിടെ ഈ ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ പ്രൊഡക്ഷൻ ലൈനാണ്. ഇതിന് 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ചൂട്. അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പ്രൊഡക്ഷൻ മാനേജർ മിസ്റ്റർ മുജീബുമായിട്ട് ചോദിച്ചറിയാം. ഏതൊരു ബേക്കറിയുടെയും പ്രൊഡക്ഷൻ ആണ് ഇതിൻ്റെ കാതലായ മർമ്മം. ഈ പ്രൊഡക്ഷനിലെ തലപ്പത്തിരിക്കുന്ന മിസ്റ്റർ മുജീബ്, പ്രൊഡക്ഷൻ മാനേജർ, നമുക്ക് അദ്ദേഹവുമായിട്ട് ഇവിടുത്തെ എൻറ്റയർ പ്രൊഡക്ഷൻസിനെ പറ്റി സംസാരിക്കാം. കുബൂസിന്റെ, ഓട്ടോമാറ്റഡ് കുബൂസിന്റെ പ്രൊഡക്ഷൻ രീതികളൊന്ന് വിവരിക്കാം. പ്രൊഡക്ഷൻ രീതി നിങ്ങളിപ്പോൾ കണ്ടില്ലേ മെഷീൻ? അത് കണ്ടു. ഫസ്റ്റ് അതിന്റെ മാവ് കുഴക്കുക. ആ മെഷീൻ കണ്ടല്ല, അതിൽ നിന്ന് കുഴച്ച് അവിടെ കണ്ടില്ലേ വലിയൊരു കൊട്ടമാരെല്ലാം കണ്ടില്ലേ അലുമിനിയത്തിൻ്റെ, അതിൻ്റെ അകത്ത് മാവ് കുഴച്ച മാവ് ആരി അതിനകത്ത് ഇടും. അതിൽ നിന്ന് പിന്നെ വലുതിൻ്റെതായ ആസ്പെക്റ്റിലെ വെയിറ്റ് ഉണ്ട്. ഓരോ വെയിറ്റിൽ അതിൽ നിന്ന് സെൻസർ കട്ട് ചെയ്ത് അതിൽ നിന്ന് പോകും. അത് പേട പോയി അതിനൊരു പ്രൂഫിംഗ് ടൈം ഉണ്ട്. ആ ടൈം എത്രയാണ് പ്രൂഫിംഗ് ടൈം? അതിനൊരു 10 മിനിറ്റോളം കാണും. ആ 10 മിനിറ്റ് ആ ബെൽറ്റിൽ നിന്ന് അതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. പിന്നെയാണ് അത് വീണ്ടും ഫിനിഷിങ് പരത്തി വരുന്നത്. അവിടെ നിന്ന് പരത്തി ഫിനിഷിങ് പരത്തൽ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് വീണ്ടും പ്രൂഫിംഗ് ഉണ്ട്. അത് പ്രൂഫിംഗ് കഴിഞ്ഞിട്ടാണ് ഇത് ഓവനിലേക്ക് കൂടെ പോവുക.
ഓണിന് വെന്തിറങ്ങി പിന്നെ 45 മീറ്റർ അതിൻ്റെ കൺവെയറാണ് നല്ല കൂടി വരുന്നതാണല്ലേ. ആ കൺവെയറിലേക്ക് കൂടി വന്ന് പാക്കിംഗ് സ്ഥലത്തേക്ക് എത്തുമ്പോൾ അത് തണിഞ്ഞ് പിന്നെ അത് പാക്ക് ചെയ്തിട്ട് പോവുക. അതാണ് കുബൂസിൻ്റെ ഇത് വരുന്നത്. ഒരു മിനിറ്റിൽ എത്ര കുബൂസ് വരും ഉദ്ദേശം? ഒരു മിനിറ്റിൽ ഒരു മണിക്കൂറിൽ 1000 പാക്കറ്റ് കുബൂസ് വരും ഒരു മിഷീനിന്. എന്നിട്ട് നമ്മൾ ഇവിടെ ഉള്ളത് 2 മിഷീനാണ്. പിന്നെ ഷാർജ അങ്ങനെയൊക്കെയാണ്. പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കമ്മി അതിന്റെ പൊന്തി വരുന്ന സമയമാണ് അതുവരെ. മലയാളികൾക്ക് പ്രിയങ്കരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? ഉണ്ടല്ലോ. എന്തൊക്കെ ഐറ്റങ്ങളുണ്ട്? സമൂസ, നെയ്യപ്പം, ചിക്കൻ റോള്, പപ്സ്, അങ്ങനെയുള്ള ഒരുപാട് സാൻഡ്വിച്ച് ഐറ്റംസുകൾ, ഒരുപാട് ഐറ്റംസുകളുണ്ട് മലയാളികൾക്കുള്ളത്. ഈ കായപ്പം അങ്ങനെയുള്ള ഒരുപാടുണ്ട്. കേക്കുകൾ, പേസ്ട്രി, ഫ്രഷ് ഫ്രൂട്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കേക്കുകളുണ്ട്. ഈ ബേക്കറി പ്രൊഡക്ഷൻ ലൈനിൽ വന്നിട്ട് എത്ര വർഷമായി? എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? എത്തിപ്പെടാനുള്ള കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് ബേക്കറി ഇത് തന്നെയാണ്, ബേക്കറി ഫീൽഡ് തന്നെയാണ് എല്ലാവരും. ഫാദർ അങ്ങനെ എല്ലാവരും ബേക്കറിയാണ്, അതിലേ വന്നതാണ്. ഇപ്പോൾ 24 വർഷമായി ബേക്കറി ഫീൽഡ് തന്നെ. ഗൾഫിൽ തന്നെ 15 വർഷമായി ഇതേ ഫീൽഡ് തന്നെ. ഈ ബേക്കറി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ദിനം പ്രതി മാർക്കറ്റിലേക്ക് വിടുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്? അബുദാബി, ദുബൈ, ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, എല്ലാ എമിറേറ്റ്സും UAE എല്ലാവിടെയും എത്തുന്നുണ്ട്. അത് കാലത്ത് 5 മണിക്ക് വിടുന്ന് വാൻ വിടും. 5 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഉച്ചയ്ക്ക് തിരിച്ചെത്തും. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും പോകുന്നുണ്ട്. ഓരോ ഇപ്പോൾ ഷാർജയിലാണ് ഷാർജ എന്നുള്ള സപ്ലൈ, ദുബൈ, ഷാർജ, അബുദാബിയൊക്കെ ഷാർജ എന്നുള്ള സപ്ലൈ, ഫുജറ, റാസൽ ഹൈമ ആ ഏരിയകളൊക്കെ ഇവിടെ നിന്നാണ്, കോർഫ്ഖാൻ ആ ഏരിയ. ഈ ബേക്കറി ഐറ്റങ്ങൾ ഇത് എത്ര മണിക്കാണ് ഇത് പുറത്തോട്ട് പോകുന്നത്, കസ്റ്റമറുടെ അടുത്ത് പോകുന്നതും അത് എവിടെയൊക്കെയാണ് നിങ്ങൾ